ശരി, ഞാൻ ആശ അച്ചിയിലേക്ക് പോകുന്നു. ആശ അച്ചി ജോസഫ്, ഇന്നിപ്പോൾ WCCയെ സംബന്ധിച്ച് മലയാള സിനിമാ മേഖലയിലെ വനിതകളെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്ന് കരുതേണ്ടേ? ഈ വലിയ പോരാട്ടത്തിൽ 2 പേർ വീണിരിക്കുന്നു, 2 പ്രമുഖർ വീണിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് വീഴാനുണ്ട്. പലരും ഇപ്പോൾ പതറി തുടങ്ങി എന്നതിൻ്റെ സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. ഹലോ സ്മൃതി, ഇത് സന്തോഷമാണോ അതോ വ്യാകുലതയാണോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ ഓരോരുത്തരും വീഴുക എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു ആശയത്തിലേക്ക് അവരെത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംഘടനകളും സർക്കാരും നമ്മൾ പറയുന്ന, അതായത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ആ ജെൻഡർ ലെൻസിലൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, സ്ത്രീകളുടെ പദവി സമൂഹത്തിലും സിനിമയിലും ഒരുപോലെ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതിന് വിഘാതമായിട്ട് വന്ന പല കാര്യങ്ങളുമാണ് WCCയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നടന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്കിൽ പല സംഘടനകളെയും പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനൊക്കെ കുറച്ചുകൂടെ ഒരു അവധാനതയോടെ സമചിത്തതയോടെ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് വളരെ വലിയ ഒരു ഏരിയ ആണ് കവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെയും ഇത് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാണ്. അത് പക്ഷേ സ്ത്രീകളില്ലാത്ത ഒരു ഇൻഡസ്ട്രി അല്ല എന്നാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീകൾ ഇല്ലെങ്കിലും ഇവിടെ ഈ ഇൻഡസ്ട്രി നടന്നുകൊള്ളും എന്ന് പറയുന്ന ആ പരിപാടിയും ഒട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ലോകം സ്ത്രീകളുടേത് കൂടിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പറയുന്ന ഒരു അന്വേഷണവും നമ്മൾ ആ ഒരു ലൈറ്റിലാണ് കാണുന്നത്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. അന്വേഷണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാഥമിക പറയുകയാണെങ്കിൽ അതെ. അപ്പോൾ നമ്മളുടെ ഒരു വേവലാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ സ്ത്രീകൾ അവിടെ വന്ന് അതിൽ എന്താ പറയുക, ആ കമ്മിറ്റിയോട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വീണ്ടും നമ്മളെ സംബന്ധിച്ച് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീറ്റു കേസുകളിലൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അതായത് പലപ്പോഴും സ്ത്രീകളെ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലരും അവിടെ ഉണ്ടാവാം. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ജെൻഡർ സെൻസിറ്റിവിറ്റി, ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെയും ഈ പറയുന്ന സംഘത്തിന്റെയും ജെൻഡർ സെൻസിറ്റിവിറ്റി ലെവൽ എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മൊഴി നൽകിയവരുടെ കാര്യത്തിലല്ല പ്രാഥമിക അന്വേഷണം, അതിലല്ല പ്രാഥമിക അന്വേഷണം പുറത്തെ വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോൾ 2 ദിവസമായി തുടരെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൊട്ടിട്ടില്ല, അതുകൂടി മനസ്സിലാക്കണം ശ്രീമതി ആശ അച്ചി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.